സഹോദരങ്ങളെ, ഇൽമിൽ അറിവ് നേടുന്നതിൽ, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നാം അങ്ങേയറ്റം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ, മുത്തഖീങ്ങൾക്ക് അതിൽ ഹുദയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹുദ ഇവിടെ പറഞ്ഞതാണ്. എല്ലാ ഇൽമുൻ നാഫിഉം, ഉപകാരപ്രദമായ എല്ലാ അറിവുകളും അതിൻ്റെ അസ്ലാണെന്ത്? പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കണം, ഖുർആൻ പഠിക്കണം, ഖുർആന്റെ പഠിതാക്കളാകണം. അതിൻ്റെ തഫ്സീറുകൾ, അതിൻ്റെ സബബുൻ നുസൂൽ, അതിൽ നിന്ന് ലഭിക്കുന്ന ഇസ്തിംബാത്തുകൾ, അങ്ങനെ തുടങ്ങി ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ ആ മനുഷ്യൻ്റെ ദറജയിലെ ഒരു വർധനവ് എന്ന് പറയുന്നത് അതുല്യമായിരിക്കും. ആ വ്യക്തിയുടെ അടുക്കലേക്ക് എത്താൻ ഒരാൾക്കും സാധ്യമല്ല. അതാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സൂറത്തുൽ ബഖറ പഠിച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ജദ്ദ ഫീന, ഞങ്ങളുടെ കൂട്ടത്തിലെ മഹാനായിരുന്നു അദ്ദേഹം എന്നാണ്. മഹാനെന്ന് വിളിക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തും സൂറത്തുൽ ബഖറ പഠിച്ചാൽ. സൂറത്തുൽ ബഖറ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ഇൽമുകളുടെയും ഒരു കൻസ് തന്നെയാണ് സൂറത്തുൽ ബഖറ. അഖീദയും ഫിഖ്ഹും കർമ്മശാസ്ത്രവും മുആമലാത്തും കുടുംബവും തുടങ്ങിയെല്ലാം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം അറബി നാട്ടിൽ ജനിച്ച ആളാണ്, ശുദ്ധ അറബി സംസാരിക്കുന്ന ആളാണ്, മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് വാഴ്ത്തി പറഞ്ഞ ആളാണ്, യുവാവാണ്, ചെറുപ്പക്കാരനാണ്, നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്. എന്നിട്ടും പറയുകയാണ്, 7 വർഷമെടുത്തു ഞാൻ സൂറത്തുൽ ബഖറ പൂർത്തിയാക്കാൻ. ഹിഫ്ളാക്കുന്ന കാര്യമല്ല, അതിലെ അഹ്കാമുകൾ പഠിക്കാൻ 7 വർഷത്തെ കോഴ്സ് സൂറത്തുൽ ബഖറ. അങ്ങനെ വേണമെങ്കിൽ കരുതാം, 7 വർഷത്തെ നിരന്തരമായ പഠനം. അങ്ങനെയാണ് ഞാൻ സൂറത്തുൽ ബഖറ മനസ്സിലാക്കിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഇൽമ്. മഹാന്മാരായ താബീങ്ങൾ പറയുകയാണ്, പള്ളി മിമ്പറിൽ വെച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല സൂറത്തുൽ ബഖറയുടെ തഫ്സീർ നടത്താറുണ്ടായിരുന്നു. നമുക്കറിയാം, റഈസുൽ മുഫസ്സിരീനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. ആ തഫ്സീർ എങ്ങാനും ലോകം കേട്ടിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മനോഹാരിതയും അതിൻ്റെ ഒരു ഭംഗിയും ആ തഫ്സീറിൻ്റെ ഒരു ഗാംഭീര്യവുമാണത്. അത് ലോകം കേട്ടിരുന്നെങ്കിൽ അവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നേനെ എന്നാണ്. അപ്പോൾ ഈ ഒരു മഹത്തായ ഇൽമ്, ഈ ഇൽമിൻ്റെ ഒരു പ്രകാശവും ഇതിൻ്റെ ഒരു മധുരവും അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ആ വെളിച്ചം ഒന്ന് കിട്ടിയാൽ, ഇതിൻ്റെ രുചി ഒന്നറിയാൻ സാധിച്ചാൽ മുസ്ലിമീങ്ങളാവാൻ തയ്യാറുള്ള 10,000-കണക്കിന് മനുഷ്യന്മാരുണ്ട്, നിഷ്കളങ്കരായ ആളുകൾ. പ്രശ്നം ഒന്നേ ഉള്ളൂ, മുസ്ലിമീങ്ങൾ പഠിച്ചില്ല, അവർക്കിട്ട് പറഞ്ഞു കൊടുത്തതുമില്ല. നമ്മൾ പഠിച്ചില്ല, നമ്മളവർക്ക് പറഞ്ഞു കൊടുത്തില്ല. പഠിച്ചിരുന്നെങ്കിൽ, നമ്മളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, ലോകം ഇത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്നും വലിയൊരു വ്യത്യാസമുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് നാം പഠിക്കുകയും മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്.